നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിരമിക്കൽ ദിനത്തിൽ ഭാരതരത്ന പ്രഖ്യാപിച്ച് സച്ചിന് രാജ്യത്തിന്റെ ആദരം. വിൻഡീസിനെതിരായ ഉജ്ജ്വല ജയത്തോടെ ക്രിക്കറ്റിലെ ഇതിഹാസ പർവ്വത്തിന് വിരാമം. Time has flown by rather quickly, but the memories that you've left with me will always be with me forever and ever. പിന്നിട്ട വഴികൾ സ്മരിച്ചും പ്രചോദിപ്പിച്ചവർക്ക് നന്ദി പറഞ്ഞും സച്ചിൻ കളിക്കളം വിട്ടു. സൗദിയിൽ നിയമലംഘകരെ കണ്ടെത്തുന്നതിനായി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് 107 നിയമലംഘനങ്ങൾ. കുവൈത്തിലെ ഫർവാനിയ ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ 39 പേർ പിടിയിൽ. സൗദിയിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ വേജ് പ്രൊട്ടക്ഷൻ നിയമം 2ാം ഘട്ടം ഉടൻ നടപ്പാക്കുമെന്ന് സൗദി തൊഴിൽ മന്ത്രി. സൗദിയിലേക്ക് എഞ്ചിനീയറിംഗ് വിസ ലഭിക്കാൻ 4 വർഷത്തെ തൊഴിൽ പരിചയം നിർബന്ധം. സൗദിയിൽ താമസരേഖയുള്ളവർക്ക് തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എന്നാൽ നിയമാനുസൃതമായി ഇഖാമ വേണമെന്ന് നിർബന്ധം. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരായ പ്രതിഷേധത്തിൽ അക്രമം തുടരുന്നു. വയനാട്ടിൽ തൃശ്ശിലേരി ഫോറസ്റ്റ് ഓഫീസ് കത്തിച്ചു. വരയാൽ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ചു. ഇടുക്കിയിലും വയനാട്ടിലും LDF ഹർത്താൽ പൂർണ്ണം. പ്രതിഷേധത്തിന്റെ മറവിൽ സംസ്ഥാനത്തെ കലാപഭൂമിയാക്കാൻ CPM ശ്രമമെന്ന ആഭ്യന്തരമന്ത്രി. ഇടുക്കിയിൽ സഭാ നേതൃത്വവും കോൺഗ്രസും തുറന്ന പോരിലേക്ക്. അബ്ദുൽ നാസർ മഅദനിക്ക് ജാമ്യം നൽകുന്നതിനെ എതിർത്ത് കർണാടക സുപ്രീം കോടതിയിൽ. മഅദനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും പ്രായാധിക്യം മൂലമുള്ള പ്രശ്നങ്ങളെയുള്ളൂവെന്നും സത്യവാങ്മൂലം. ജാമ്യം അനുവദിച്ചാൽ കേരളത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും തടസ്സ ഹർജിയിൽ കർണാടക. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിശ്വനാഥൻ ആനന്ദിന് തുടർച്ചയായ 2ാം തോൽവി. എതിരാളി കാൾസന് 2 പോയിന്റിന്റെ ലീഡ്. വിശദമായ വാർത്തകളിലേക്ക്. കസ്തൂരി രംഗൻ കമ്മിറ്റി നിർദ്ദേശം നടപ്പാക്കുന്നതിനെതിരായ സമരം ആളിക്കത്തിക്കുന്നതിന് LDFനെ പ്രേരിപ്പിക്കുന്നത് കേരള കോൺഗ്രസുമായുള്ള സഖ്യവും ക്രിസ്ത്യൻ വോട്ട് ബാങ്കും. നേരത്തെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന VS അച്യുതാനന്ദൻ കൂടി കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരെ രംഗത്ത് വന്നതോടെ CPM ഒറ്റക്കെട്ടായാണ് പ്രശ്നം ഏറ്റെടുത്തിരിക്കുന്നത്. കേരള കോൺഗ്രസിലൂടെ മലയോര മേഖലയിലെ കർഷക വോട്ടുകളിൽ ഭൂരിപക്ഷവും എക്കാലത്തും UDFന് അനുകൂലമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ന്യൂനപക്ഷ വോട്ടുകൾ അനുകൂലമാക്കി മാറ്റുന്നതിനുള്ള നീക്കത്തിലാണ് LDF. UDFൽ ഭിന്നിപ്പുണ്ടാക്കി സർക്കാരിനെ താഴെയിറക്കാനുള്ള ലക്ഷ്യം കൂടി ഇതിനുണ്ട്. ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടുകൾ പരമാവധി സമാഹരിക്കുക, അല്ലെങ്കിൽ അവർക്ക് UDFനോട് പരമ്പരാഗതമായി UDFന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ UDFന് എതിരാക്കി മാറ്റുക എന്നൊക്കെ രീതിയിൽ ഉള്ള ഒരു ആളുകളെ ഇളക്കുന്നതിൻ്റെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ചെയ്തായിരിക്കാം. ഏതായാലും ഇത് തികച്ചും കുൽസിതമായിട്ടുള്ളൊരു സമരമാണ്. 1959 കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരായ വിമോചന സമരത്തിലൂടെയാണ് ക്രൈസ്തവ സഭകൾ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ചേർന്നു പോകാൻ തുടങ്ങിയത്. 1970 കോൺഗ്രസിൽ നിന്ന് പിളർന്നാണ് കേരള കോൺഗ്രസ് രൂപീകരിച്ചതെങ്കിലും പിന്നീട് സഖ്യത്തിലൂടെ ഈ വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. കുടിയേറ്റക്കാരുടെ ഭൂമിയടക്കമുള്ള അവകാശങ്ങളും പട്ടയവും വിശ്വാസ സംരക്ഷണവും ഉയർത്തിക്കാട്ടിയാണ് ഈ സഖ്യം നിലനിൽക്കുന്നത്. ഇന്ന് ആ ലക്ഷ്യമല്ല അവർക്കുള്ളത്, മറിച്ച് ഇവിടുത്തെ പ്രകൃതി സമ്പത്ത് കൊള്ളയടിക്കുകയാണ്. അതിനുവേണ്ടി അന്ന് 57 കോൺഗ്രസ് ആണ് അതിന് പിന്തുണ നൽകുന്നത്. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി അതിന് പിന്തുണ നൽകിക്കൊണ്ടാണ് ഈ ഹർത്താൽ നടത്തുന്നത്. ഇപ്പോൾ വിമോചന സമരത്തിന്റെ മറ്റൊരു രൂപത്തിലാണ് ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരായ സമരം ഉയർന്നു വന്നിരിക്കുന്നത്. വിമോചന സമരകാലത്ത് കോൺഗ്രസ് ആയിരുന്നു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയതെങ്കിൽ ഇപ്പോൾ CPM ആണ് കസ്തൂരി രംഗൻ വിരുദ്ധ സമരത്തിലൂടെ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. CPMഉം കേരള കോൺഗ്രസും ക്രൈസ്തവ സഭയും ഒന്നിക്കുന്ന സമരം പുതിയൊരു രാഷ്ട്രീയ സമവാക്യത്തിന്റെ സൂചന കൂടിയാണ്. K. സുനിൽകുമാർ, മീഡിയ 1, തിരുവനന്തപുരം. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കാനുള്ള തീരുമാനത്തിനെതിരെ CPM രംഗത്തെത്തിയിരിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന റിപ്പോർട്ട് ജനജീവിതത്തെ ബാധിക്കുന്നുവെന്നാണ് CPMന്റെ വാദം. പരിസ്ഥിതി രാഷ്ട്രീയത്തിൽ CPM ചുവടുമാറ്റുന്നതിന്റെ യഥാർത്ഥ താൽപര്യം എന്താണ്? ഈ വിഷയമാണ് ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് എഴുത്തുകാരനും പൊതുപ്രവർത്തകനുമായ KK കൊച്ച് പത്തനംതിട്ടയിൽ നിന്ന്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് NK ശശിധരൻ പിള്ള, CPI നേതാവും MLAയുമായ VS സുനിൽകുമാർ, അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവരാണ്. ആദ്യം ശ്രീ KK കൊച്ച്, പശ്ചിമഘട്ടം സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല. അതിന് സ്വീകരിക്കുന്ന നിലപാടുകളെക്കുറിച്ച് എതിരഭിപ്രായം ഉണ്ട് താനും. CPMനെ പോലുള്ള ഒരു ബഹുജന കക്ഷി ജനങ്ങളെ ബോധവൽക്കരിച്ച് സമരരംഗത്തിറങ്ങാതെ ജനങ്ങളെ ബോധവൽക്കരിച്ച് ഈ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുകയായിരുന്നില്ലേ വേണ്ടത്? പശ്ചിമഘട്ടം സംരക്ഷിക്കാനായിട്ട് വേണ്ടത് കസ്തൂരി രംഗൻ റിപ്പോർട്ടല്ല, ഗാഡ്ഗിൽ റിപ്പോർട്ടാണ് വേണ്ടത്. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അട്ടിമറിച്ചുകൊണ്ട് വാസ്തവത്തിൽ ഗാഡ്ഗിലിനെ അട്ടിമറിക്കുകയാണ് കസ്തൂരി രംഗൻ. ആ റിപ്പോർട്ട് പോലും നടപ്പാക്കരുതെന്ന് പറഞ്ഞ് CPM പാർട്ടി പോലൊരു പാർട്ടി രംഗത്ത് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഇവിടുത്തെ പ്രതിരോധപരമായ രാഷ്ട്രീയത്തിൻ്റെയും ദലിതരുടെയും പിന്നോക്കക്കാർക്കും എതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ക്രൈസ്തവ സഭകളിലെ
നല്ല പിള്ളേരാകാൻ വേണ്ടി നടത്തുന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന സമരമാണ് വാസ്തവത്തിൽ കസ്തൂരിരംഗൻ സമരത്തിലെ സമരം. ഇത് ഇത്തരം ഒരു സമരം ഇവിടെ ആരംഭിച്ച് നമുക്കറിയാം. 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആദ്യം രൂപം കൊള്ളുമ്പോൾ ഇവിടെ ക്രൈസ്തവ സഭയാണ് ആദ്യമായിട്ട് വിശ്വാസികളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ പേരിൽ ഇടയലേഖനങ്ങളുമായിട്ട് രംഗത്ത് വന്നു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിസഭയെ മറിച്ചിട്ട് വിമോചന സമരത്തിലെ മറിച്ചിട്ടതിൻ്റെ ലക്ഷ്യം പിന്നീട് ഇവിടെ നിന്ന് സാമൂഹ്യ സമ്പത്ത് സ്വകാര്യ സ്ഥാപനങ്ങളിലൂടെ, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയും മറ്റ് സ്ഥാപനങ്ങളിലൂടെ ഇവിടുത്തെ സാമൂഹ്യ സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഇവിടുത്തെ ക്രൈസ്തവ സഭാമേലധ്യക്ഷന്മാർക്കുള്ളത്. ഇന്നത്തെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പ്രകൃതി സമ്പത്ത് മുഴുവനും കൊള്ളയടിക്കുക എന്നുള്ളതാണ്. പാറമടകളും നദികളും എല്ലാം വിറ്റ് സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ ക്രൈസ്തവ സഭകൾ രംഗത്ത് വന്നിരിക്കുന്നത്. ആ ക്രൈസ്തവ സഭകൾ പിന്താങ്ങുന്ന ക്വാറി ഉടമകളുടെയും വനം കൊള്ളക്കാരുടെയും മണലൂറ്റുകാരുടെയും നല്ല പിള്ള ചമഞ്ഞുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. ആത്യന്തികമായിട്ട് ഇവിടെ ഈ റിപ്പോർട്ട്, അതായത് ഗാഡ്ഗിൽ റിപ്പോർട്ട് ബാധിക്കാത്ത, അല്ലാതെ സ്വാഗതം ചെയ്യുന്ന ദളിത് പിന്നോക്ക ജനതകൾക്കെതിരായിട്ടുള്ള ഒരു കുരിശ് യുദ്ധമാണ് ക്രൈസ്തവ സഭ നടത്തുന്നത്. ആ ക്രൈസ്തവ സഭയുടെ ഈ സഭ ഇതിന് വേണ്ടിയിട്ട് ഇതിനെ പിന്തുന്ന ഒരു നയമാണ് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. ശ്രീ കെ കെ കൊച്ച്, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ VS സുനിൽകുമാർ MLA ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ VS സുനിൽകുമാർ, കെ കൊച്ച് പറഞ്ഞതുപോലെ തന്നെ ഒരു കേവല രാഷ്ട്രീയ തന്ത്രം മാത്രമാണോ LDF-ന്റേത്? അതായത് ക്രിസ്തീയ ന്യൂനപക്ഷത്തെ കൂടെ നിർത്താനുള്ള ഒരു തന്ത്രം മാത്രമാണോ LDF ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്? ഇടതുപക്ഷ മുന്നണി ശ്രീ കെ കൊച്ച് പറഞ്ഞ കാര്യത്തിനകത്ത് ഒരുപാട് അദ്ദേഹത്തിന് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട സമരത്തെ ആ നിലയിലേക്ക് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഞങ്ങൾ അതിനകത്ത് കാണുന്നൊരു കാര്യം, ഈ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. ആ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ അതിനെ തന്നെ അട്ടിമറിക്കുന്ന വിധത്തിലാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടുണ്ടായിരിക്കുന്നത്. അതിനകത്ത് ഇടതുപക്ഷ മുന്നണി പറയുന്നൊരു കാര്യം, ഇത് ജനാധിപത്യ വിരുദ്ധമായ നിലയിലാണ് അത് നടപ്പാക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാതെ ഏകപക്ഷീയമായ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കാണ്. അപ്പൊ ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാവും, സ്വാഭാവികമാണ്. അവിടെ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കാൻ പല ആളുകളും ശ്രമിക്കുന്നുണ്ടാകാം. ആ ആശങ്ക മുതലെടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാകാം. പക്ഷെ ഞങ്ങൾ പറയുന്ന കാര്യം, നിങ്ങൾ ഏത് റിപ്പോർട്ട് നടപ്പാക്കുകയാണെങ്കിലും ആ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു വിദഗ്ധ സമിതി റിപ്പോർട്ടാണെങ്കിലും വിദഗ്ധ സമിതി എന്ന് പറയുന്ന ആളുകൾ മാത്രം തീരുമാനിച്ച പോരാ. അതിന് ചില ജനാധിപത്യ സംവിധാനം ഉണ്ട്. അതനുസരിച്ച് ചർച്ച ചെയ്ത് താഴെ തട്ട് വരെ അല്ലെങ്കിൽ ശ്രീ VS സുനിൽകുമാർ, ജനങ്ങളുമായി കൂടി ആലോചിച്ചില്ല, ഏകപക്ഷീയമായി നടപ്പാക്കി എന്നത് മാത്രമാണോ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് LDF-ന്റെ പരാതി? അതായത് ഇത് ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് റിപ്പോർട്ട് നടപ്പാക്കാൻ കഴിയുക? അതുകൊണ്ട് ആ റിപ്പോർട്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ പറ്റി തന്നെ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ നിലവിലുണ്ട്. പരിസ്ഥിതി പ്രവർത്തകന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പരിസ്ഥിതിയുടെ അഡ്രസ് ചെയ്യുന്ന കാര്യത്തിലും അതിനകത്ത് മാറ്റ വിഷയങ്ങളുണ്ടെന്ന് പറയുന്നു. അപ്പൊ കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഒരു സുപ്രഭാതത്തില് സെൻട്രൽ ഗവൺമെന്റ് യാതൊരു രീതിയിലും ഒരു പരിശോധന നടത്താതെ ഇവിടെ സർവകക്ഷി യോഗം വിളിച്ചു. ഇവിടെ അതിനുശേഷം ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. എന്നിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് ആണെങ്കിൽ ആളുകൾ തട്ടിക്കുന്ന വിധത്തിൽ അതിന്റെ തെളിവെടുപ്പൊക്കെ ആയിട്ട് പ്രഹസനമായിട്ട് മുന്നോട്ട് പോവാണ്. അതിനിടയിലാണ് ഇവിടെ ഈ നോട്ടിഫിക്കേഷൻ നടപ്പാക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വില്ലേജുകളെ സംബന്ധിച്ച് ആ വില്ലേജുകൾ നടക്കുന്ന പ്രവർത്തനത്തെ കുറിച്ചെല്ലാം തന്നെ ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഗവൺമെന്റിനാണ്. അപ്പൊ ഗവൺമെന്റ് അതൊന്നും ചെയ്യാതെ ഏകപക്ഷീയമായ നിലയിൽ നടപ്പാക്കണം. എന്നാൽ അതിനെതിരായിട്ട് നടക്കുന്ന സമരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും ഒരു അക്രമ സമരം നടത്തുന്നില്ല. ഇപ്പൊ കോഴിക്കോടുണ്ടായ സമരം എന്താണ്? കോഴിക്കോട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് ടിപ്പർ ലോറിയിൽ വന്ന ആളുകൾ വരുന്നു. അവർ നേരെ വന്ന് അവിടെയുള്ള രേഖകൾ കത്തിക്കാൻ 1977 മുതൽ വനം വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനം കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടും. ശ്രീ VS സുനിൽകുമാർ MLA, താങ്കൾ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, കേരളത്തിലെ പരിസ്ഥിതി വിഷയങ്ങളിൽ ഏറ്റവും ഉത്സാഹത്തോടെ ഇടപെട്ട ഒരാളാണ് ശ്രീ VS അച്യുതാനന്ദൻ. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് വരെ ആവശ്യം ഉന്നയിച്ച അദ്ദേഹം പോലും ഇപ്പോൾ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരായി രംഗത്ത് വന്നിരിക്കുന്നത് ഏത് പൊളിറ്റിക്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഇതിന്റെ രാഷ്ട്രീയം എന്ന് വെച്ചാല് പല അടരുകളുള്ള ഒരു രാഷ്ട്രീയമാണ്. അത് നമുക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. എങ്കിലും ഞാൻ ഒരു ശ്രമം നടത്തി നോക്കാം. യഥാർത്ഥത്തിൽ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെയും കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെയും മറ്റെല്ലാ റിപ്പോർട്ടുകളെയും എതിർത്തുകൊണ്ടേയിരിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവ സഭകളാണ്. കൃത്യമായി പറഞ്ഞാൽ കത്തോലിക്ക സഭയാണ്. അതിൽ തന്നെ സീറോ മലബാർ സഭയാണ്. അതിൽ തന്നെ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ഈ രൂപത മെത്രാനായിരിക്കുന്ന മാർ ആനി കുഴിക്കാട്ടിലാണ്.
കാരണം ഈ കാട് കയ്യേറ്റക്കാരുടെയും അതുപോലെ കള്ളത്തടിവെട്ടുകാരുടെയും പാറമട നടത്തുന്ന ആളുകളുടെയും താല്പര്യങ്ങളെയാണ് ഇതുപോലുള്ള ആളുകൾ സംരക്ഷിക്കുന്നത്. അവർക്ക് സംരക്ഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സമരം സ്പോൺസർ ചെയ്തിട്ടുള്ളത് പാറമടക്കാരാണ്. കാരണം അവരുടെ താല്പര്യങ്ങൾ വിജയിപ്പിക്കുന്നതിന് ഇതല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ട് സഭ സമുദായ വികാരം ആളിക്കത്തിക്കുന്നു, രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. നിർഭാഗ്യകരം എന്ന് പറയുന്നത് ഇടതുപക്ഷക്കാരുടെ നിലപാടാണ്. ഇടതുപക്ഷക്കാർ എന്ത് കരുതിയിട്ടാണ് ഇതിനെ പുറപ്പെട്ടുള്ളത് എനിക്കറിയില്ല. ഒരു പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF-നെതിരായിട്ട് UDF-ന് അനുകൂലമായി സമാഹരിക്കപ്പെട്ടേക്കാവുന്ന ഏതാനും വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ഭാഗമെങ്കിലും ഇടതുപക്ഷത്തിന് കിട്ടും എന്ന് തെറ്റിദ്ധരിച്ചിട്ടോ ആയിരിക്കാം. ഏതായാലും ഇത് ഒട്ടും സന്തോഷകരമായിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല, ഇന്നലെ നടന്ന സമരത്തിന്റെ സ്വഭാവം പരിഗണിച്ചാൽ തന്നെ അതിന്റെ ഒരു സംഗതി വ്യക്തമാണല്ലോ. ഈ സമരം നടത്തിയത് ആരാണ്? കർഷകരാണോ? കർഷക തൊഴിലാളികളാണോ? അല്ലെങ്കിൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ആണോ? അല്ല. നടത്തിയ സമരം എന്ന് പറയുന്നത് ഈ സമരത്തിന്റെ ഒരു യഥാർത്ഥ സ്വഭാവം വ്യക്തമാക്കുന്നതാണ്. ഈ രാജ്യത്ത് നാട് കുട്ടിച്ചോറാക്കാൻ താല്പര്യമുള്ള ആളുകൾ ഗുണ്ടകളും ചേർന്ന് നടത്തിയ സമരമാണ്. ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്നു, സമരം ചെയ്യുന്നു, മറ്റു പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊന്നും ഒരു സമുദായത്തിൽ ഒരു പൊതുസമൂഹത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പൊ ഈ ഇതുപോലെയുള്ള ഒരു അക്രമ സമരത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നൽകുന്ന പിന്തുണ എന്ന് പറയുന്നത് സുനിൽകുമാർ എന്തൊക്കെ തന്നെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന് യാതൊരു ന്യായവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ VS സുനിൽകുമാർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ഞാൻ ജയശങ്കർ പറഞ്ഞ കാര്യത്തോട് എനിക്ക് പൂർണ്ണമായിട്ടും ഞാൻ വിയോജിക്കുന്നില്ല. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും ഒരു അക്രമ സമരത്തിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് പരിശോധിക്കും. അങ്ങനെ കൂട്ടുവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ ഇന്നലെ നടന്ന കാര്യത്തിനകത്ത് ഞാൻ അവസാനിപ്പിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ്. അവിടെ നടന്ന സമരം ഇന്നലെ ടിപ്പർ ലോറിയിൽ വന്ന ആളുകൾ വന്ന് നേരെ ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുകയാണ്. ഫോറസ്റ്റ് ഓഫീസുമായിട്ട് എന്ത് ബന്ധം? ആ ഫോറസ്റ്റ് ഓഫീസ് കത്തി 970 മുതൽ നിലനിൽക്കുന്ന പല ഡിസ്പ്യൂട്ടുകളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രേഖകൾ ചന്ദനക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലീഗുകാരും അവിടുത്തെ ആളുകളും കള്ളക്കടത്തുകാരായിട്ട് ബന്ധപ്പെട്ട കോറി മാഫിയയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ രേഖകളും കത്തിച്ചു കളഞ്ഞിരിക്കുകയാണ്. അതെന്ത് സമരം? ആ സമരത്തെ ഞങ്ങൾ കൂട്ടുകാർ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ സമരമല്ല ഇടതുപക്ഷ മുന്നണി ഉദ്ദേശിക്കുന്നത്. ഇടതുപക്ഷ മുന്നണി ഇക്കാര്യത്തിലുള്ള ആശങ്ക ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഏകപക്ഷീയമായി ജനങ്ങളെ പ്രകോപിതരാക്കിക്കൊണ്ട് ജനങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഈ റിപ്പോർട്ട് നടപ്പാക്കേണ്ട കാര്യമില്ല. പരിസ്ഥിതിവാദികൾക്ക് പോലും റിപ്പോർട്ടിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ശ്രീ VS സുനിൽകുമാർ MLA, LDF ഈ റിപ്പോർട്ടിനെ പൂർണ്ണമായും നിരാകരിക്കുകയാണോ അതോ ഏതെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങളിൽ മാത്രമാണോ LDF-ന് എതിർപ്പ്? ഞങ്ങൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയിട്ടുള്ള ഞങ്ങളുടെ അഭിപ്രായം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരള നിയമസഭയിൽ ഞങ്ങൾ രേഖപ്പെടുത്തുണ്ടായി. നിങ്ങൾ ആ റിപ്പോർട്ട് എടുത്ത് അതിന്റെ നിയമസഭ രേഖരിക്കുന്നുണ്ടല്ലോ. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPI-യും CPM-ഉം അനുവർത്തി പറഞ്ഞ കാര്യങ്ങൾ ആ നിയമസഭ പൊതുവികാരത്തിലെടുത്ത കാര്യങ്ങളുണ്ടായിരുന്നു. അതിനുശേഷമുള്ള കസ്തൂരിരംഗൻ റിപ്പോർട്ട് വരുന്നത്. ആ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനകത്തുള്ള വളരെ യാതൊരു ജനാധിപത്യ സ്വഭാവം അതിനകത്തില്ല. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനകത്ത് പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായ ശ്രമമില്ല. രണ്ടുമില്ലാത്ത റിപ്പോർട്ടാണത്. അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷകനായിട്ടുള്ള ആളുകൾ പോലും ആ റിപ്പോർട്ട് അംഗീകരിക്കുന്നില്ല, കൃഷിക്കാർ അംഗീകരിക്കുന്നില്ല. പിന്നെ ആർക്ക് വേണ്ടി ആ റിപ്പോർട്ട്? അപ്പൊ ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഗവൺമെന്റ് പുനഃപരിശോധിക്കുന്ന ആ റിപ്പോർട്ട് മാത്രമല്ല അതിനെ സംബന്ധിച്ചുള്ള. താങ്കൾ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ VS സുനിൽകുമാർ MLA. ഇപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് NK ശശിധരൻ പിള്ള ചേരുന്നു. ശ്രീ NK ശശിധരൻ പിള്ള, VS സുനിൽകുമാർ പറഞ്ഞത് കേട്ടിരിക്കുമല്ലോ. ഒട്ടും ജനാധിപത്യപരമല്ലാത്ത ഒരു റിപ്പോർട്ട് അത് എങ്ങനെ അംഗീകരിക്കുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്താണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നിലപാട്? സുനിൽകുമാർ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. കാരണം യഥാർത്ഥത്തില് നമ്മളൊരു കാര്യം കാണേണ്ടത്, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും അത് ഫലപ്രദമാക്കി നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും സമർപ്പിക്കാനായിട്ട് വെച്ച കമ്മിറ്റിയാണ് ഈ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഇറക്കിയ നോട്ടിഫിക്കേഷനകത്ത് ആമുഖമായി പറയുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചതിനെ കുറിച്ച് ഒരു സൂചനയും നൽകുന്നില്ല. അത് പൂർണ്ണമായും നിരാകരിക്കുന്നു. പകരം ഒരു കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിനെ വെച്ചതായിട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നൽകിയ നിർദ്ദേശങ്ങൾ വെച്ചിട്ട് ഈ നോട്ടിഫിക്കേഷൻ ഇറക്കുന്നു എന്നാണ് പറയുന്നത്. അത് അങ്ങേയറ്റം തെറ്റായ ഒരു സമീപനമാണ്. രണ്ട്, കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന് സമീപനത്തെ നമുക്ക് അംഗീകരിക്കാനാവില്ല. അതിന്റെ നിർദ്ദേശങ്ങളെ അംഗീകരിക്കാനാവില്ല. കേരളത്തിന്റെ പശ്ചിമഘട്ട സംരക്ഷണം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു കാട് സംരക്ഷണമായിട്ട് നമ്മൾ പരിമിതപ്പെടുത്തരുത്. മറിച്ച് കേരളത്തിന്റെ ആകെയുള്ള രണ്ട് പ്രധാനപ്പെട്ട എക്കോ സോണുകൾ, അതിലൊന്ന് പശ്ചിമഘട്ടവും ഒന്ന് തീരദേശവുമാണ്. ശ്രീ NK ശശിധരൻ പിള്ള ഇടപെട്ട് ചോദിച്ചുകൊള്ളട്ടെ. ഖനനം പാടില്ല, വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് കർഷക വിരുദ്ധമാവുന്നത്?
ഖനനം പാടില്ല എന്ന് മാത്രമാണ് നമ്മളതിൽ കാണുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ ആസ്പദമാക്കിക്കൊണ്ട് ഇറക്കിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അതിൽ പറയുന്നത് എന്താണ്? കസ്തൂരി രംഗൻ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞ് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിർദ്ദേശമുണ്ട്. 2-3 നിർദ്ദേശങ്ങളുണ്ട്. ഒന്ന്, 20,000 സ്ക്വയർ മീറ്ററിൽ കൂടുതലുള്ള നിർമ്മിതി പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 20,000 സ്ക്വയർ മീറ്റർ വരെയുള്ള നിർമ്മിതി ആകാമെന്നാണ്. 20,000 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ വിസ്തീർണം എത്ര? 5 ഏക്കറാണ്. അപ്പൊ 5 ഏക്കറുള്ള നിർമ്മിതി എന്ന് പറഞ്ഞാൽ കർഷകരെ തൊഴിലുണ്ടാക്കാനുള്ള സൗകര്യം അല്ലല്ലോ. വലിയ തോതിലുള്ള മൂലധന മുടക്കോടുകൂടി പശ്ചിമഘട്ട മേഖലയിലേക്ക് ആരും കടന്നു വരാൻ വരും. ശ്രീ VS സുനിൽകുമാർ MLA, ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ കൂടെ നിർത്തി അതുപോലെ തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമിട്ടാണ് CPM പശ്ചിമഘട്ട സംരക്ഷണ റിപ്പോർട്ടിനെതിരായ സമരത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെ നിഷേധിക്കും? അല്ല, അവിടെയുള്ള ആളുകളുടെ ജാതി എന്താണ്, മതം എന്താണെന്ന് നോക്കിയിട്ടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നിലപാട് സ്വീകരിക്കുന്നത്. എല്ലാ ജാതി മത സംഘടനകളും ഇടതുപക്ഷ ജനാധിപത്യം ഒരു കാലത്തും സപ്പോർട്ട്. ഞങ്ങളിനിപ്പോ എന്തൊക്കെ അവർക്ക് വേണ്ടി സംസാരിച്ചാലും ശരി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തെ ക്രൈസ്തവ സഭ അംഗീകരിക്കാൻ പോകുന്നുണ്ടോ? അന്ന് അംഗീകരിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ അവർ ജാതി മതവും നോക്കിയിട്ടൊന്നുമില്ല നിലപാട്. അവിടെ ചില ജാതി മത സംഘടനകൾ ഇടപെട്ടുകൊണ്ട് നടത്തുന്ന സമരവുമായിട്ട് ഇതിനെ യാതൊരു കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കേണ്ട ആവശ്യമാണ്. അതിനർത്ഥം അവിടുത്തെ കൃഷിക്കാരെ നിഷ്കാസനം ചെയ്തുകൊണ്ടോ കൃഷിക്കാർക്കിടയിൽ ആശങ്ക ഉണ്ടാക്കിക്കൊണ്ടോ കൃഷിക്കാരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടോ അല്ല അവിടെ നമ്മള് പശ്ചിമഘട്ടം സംരക്ഷിക്കേണ്ടത്. അവരെ കൂടി നമ്മൾ പശ്ചിമഘട്ടം സംരക്ഷിക്കാൻ ഉതകുന്ന വിധത്തിൽ അവരുടെ കാർഷിക മേഖലയെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. അതിന് പകരം അത് അവർക്കിടയിൽ ഉണ്ടാക്കുന്ന അങ്കലാപ്പിലേക്ക് വഴിവെക്കുന്ന വിധത്തിൽ റിപ്പോർട്ട് ഏകപക്ഷീയമായി ഗവൺമെന്റ് ആണ് എന്ന് കരുതിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ കൂടി അറിവോടുകൂടിയായിരിക്കണം. ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ജനങ്ങളെ ബോധ്യപ്പെടുത്താതെ എന്ത് ചെയ്താലും അതൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായിരിക്കുന്ന ആശങ്കകൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനൊന്നൊരു അവസരം കൊടുക്കാതെ ഈ പരിസ്ഥിതിവാദിയെ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ശാസ്ത്രാജ്യ പക്ഷത്തിന്റെ ആളുകൾ പറഞ്ഞ കാര്യം വളരെ വ്യക്തമല്ലേ? അപ്പൊ പരിസ്ഥിതി സംരക്ഷിക്കാനാണോ? അങ്ങനെ ആളുകൾ പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കോഴ്സ് അതിനകത്ത് ഉണ്ടാവണം. അതില്ല. കൃഷിക്കാർക്ക് വേണ്ടിയിട്ടാണോ? അതുമില്ല. പിന്നെ എന്താണ് ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ട് പറയുന്ന കാര്യം എന്താണ്? അപ്പൊ കസ്തൂരി രംഗൻ റിപ്പോർട്ട് ഒരു ഒറിജിനൽ റിപ്പോർട്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുന്നു. ആ റിപ്പോർട്ടിനെ പറ്റി നിയമസഭ ചർച്ച ചെയ്യുന്നു. ചർച്ചയുടെ എല്ലാ കക്ഷികളും കൂടി ചേർന്ന് തീരുമാനം എടുത്തുകൊണ്ട് സബ്മിഷനായ ഒരു പ്രമേയം പാസാക്കി കേന്ദ്ര ഗവൺമെന്റ് അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു ഈ സർവകക്ഷിയോഗം വിളിച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും സഹകരിക്കണം. പരിസ്ഥിതി പ്രവർത്തകന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂടി അഭിപ്രായങ്ങളെല്ലാം കേൾക്കൊണ്ട് എല്ലാം മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുമ്പോൾ വളരെ ഏകപക്ഷീയമായിട്ട് കസ്തൂരി രംഗൻ റിപ്പോർട്ട് വരുന്നു, അത് നടപ്പാക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത്? VS സുനിൽകുമാർ MLA, താങ്കൾ ദയവായി തുടരുക. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു റിപ്പോർട്ടാണെന്ന് LDF കരുതുന്നില്ല. തികച്ചും ഏകപക്ഷീയമായി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് എന്നാണ് VS സുനിൽകുമാർ MLA ഇതിനെ വിശേഷിപ്പിച്ചത്. അങ്ങനെ പറയാമോ? അദ്ദേഹം പറഞ്ഞതിൽ ഒരുപാട് സത്യമുണ്ട്. കാരണം ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അട്ടിമറിക്കാൻ വേണ്ടി, അതിൽ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി, അത് നേർപ്പിക്കാൻ വേണ്ടി അതിൽ പറഞ്ഞിട്ടുള്ള ശുപാർശകളെ പരമാവധി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. ഈ റിപ്പോർട്ടും സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ വിഭാഗക്കാർ സമരം തുടങ്ങിയത്. എന്ന് മാത്രമല്ല, ഇതില് നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. ഈ റിപ്പോർട്ടുകൾ ഇതുപോലുള്ള ഒരു പഠനവും നടത്താൻ പാടില്ല, ഒരു സംരക്ഷണവും ആവശ്യമില്ല എന്ന് വാദിക്കുകയും കാട് കയ്യേറാനുള്ള അവകാശം ഞങ്ങളുടെ ജന്മാവകാശമാണ് എന്ന് ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു വിഭാഗക്കാരുണ്ട്. അവർക്ക് വീടുപാടി ചെയ്യുന്ന ചില പത്രങ്ങളും ചില മാധ്യമങ്ങളും ഉണ്ട്. ഇവർ ജനങ്ങളുടെ ഇടയിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ പശ്ചിമഘട്ടത്തിലുള്ള എല്ലാ ആളുകളും പഴയ ചകിതരാണ്. ഏതാണ്ട് മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് പറഞ്ഞ് ഇവിടെ ചില TV ചാനലുകൾ കുറെ കുഴപ്പമുണ്ടാക്കിയില്ലേ? അന്ന് കാഞ്ഞിരപ്പള്ളിയിലും മുണ്ടക്കയത്തൊക്കെയുള്ള ആളുകൾ. ജയശങ്കർ, താങ്കൾ പറയുന്നു കേരളത്തിലെ ചില പത്രമാധ്യമങ്ങൾ പോലും പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ LDFും അത് തന്നെയല്ലേ ചെയ്യുന്നത്? അല്ലെങ്കിൽ അവർക്ക് കൂട്ടുനിൽക്കുന്ന സമീപനമല്ലേ LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്? അല്ല, ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ നേരത്തെ പറഞ്ഞ കക്ഷികൾ ആരൊക്കെയാണെന്നും ഇതിന് വിടുപടി ചെയ്തവരാരൊക്കെയാണെന്നൊക്കെ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു പരിഭ്രാന്തി നിലനിൽക്കുന്ന സമയത്ത് ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വം സർക്കാരിനുണ്ടായിരുന്നു. സർക്കാർ പരാജയപ്പെട്ടു. ഇടതുപക്ഷ പാർട്ടികൾക്കുണ്ടായിരുന്നു. അവർ അതിനുവേണ്ടി ഒരു ശ്രമവും നടത്തിയില്ല. എന്താണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട്? എന്താണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്? എന്താണ് ഇത് നടപ്പാക്കിയുള്ള ഗുണം? ഇത് നടപ്പാക്കിയുള്ള ദോഷം എന്താണ്? ഇതിനകത്ത് ന്യായമായിട്ട് ഉയർന്നു വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പശ്ചിമഘട്ട മേഖലയിൽ ഈ പറഞ്ഞ വിവാദത്തിൽപ്പെട്ട ആരും ഒരു പ്രചാരണവും നടത്തിയില്ല. നേരെ മറിച്ച് ആദ്യം പറഞ്ഞ വിവാദത്തിൽപ്പെട്ട ആളുകൾ നല്ലപോലെ പ്രചരണം നടത്തുകയും
മൊത്തം ആളുകളെയും മൊബിലൈസ് ചെയ്ത് ഇതിനെതിരായ ഒരു വികാരം അവിടെ ഉണ്ടായി. ഇത് അതുകൊണ്ട് മാത്രം പ്രശ്നമില്ലായിരുന്നു. ഇവിടെ സംഭവിച്ചിട്ടുള്ള അതുമല്ല, നേരത്തെ മൂലധന ശക്തികൾ, പ്രത്യേകിച്ച് പാറമട ഉടമസ്ഥന്മാരും റിസോർട്ട് മാഫിയയും വളരെ ശക്തമായ രീതിയിൽ പണം മുടക്കി ഗുണ്ടകളെയും മറ്റ് സംവിധാനങ്ങളെയും ഉണ്ടാക്കി അവിടെ വലിയ അട്ടിമറിയും അടികലച്ചിലും ഉണ്ടാക്കി. ആ സമയത്തൊക്കെ പോലീസുകാർ സംഭവം കണ്ടുകൊണ്ടിരുന്നു. പോലീസ് ഫലപ്രദമായി പ്രവർത്തിച്ചെങ്കിൽ പോലീസ് ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ പോലീസ് സംവിധാനം പോലും പരാജയപ്പെട്ടു. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിൽ നിസ്സഹായമായ ഒരു നിലപാട് എടുത്തിട്ടുള്ളത് പിന്നെ കത്തുന്ന പുരയുടെ കണക്കോല് വരുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് സത്യത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ ചെയ്തിട്ടുള്ളത്. ഞാൻ തിരിച്ചെത്താം. അഡ്വക്കേറ്റ് ജയശങ്കർ. ഇപ്പോൾ കെ കൊച്ച് ചേരുന്നു. ശ്രീ കെ കൊച്ച്, താങ്കൾ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി 59-ലെ വിമോചന സമരകാലത്തെക്കുറിച്ച്. അന്ന് കോൺഗ്രസ് ആയിരുന്നു കൂടെയെങ്കിൽ ഇന്ന് CPM ആണെന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അതുമായി താരതമ്യം ചെയ്യാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആദ്യമായിട്ട് ചോദിക്കേണ്ടേ, VS സുനിൽകുമാർ ഏത് വെള്ളരിക്കപ്പെടാത്ത ജീവിക്കുന്നത്? ഇവിടെ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉണ്ടാവുകയും ഈ കസ്തൂരി രംഗ റിപ്പോർട്ട് ഒട്ടേറെ പഠനങ്ങൾ, നിരവധി പഠനങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗുണത്തെപ്പറ്റിയും ദോഷങ്ങളെപ്പറ്റിയും. ഈ ദോഷഫലങ്ങൾ ചൂണ്ടിക്കാണിച്ച് അത് ഒഴിവാക്കിക്കൊണ്ട് ഗുണപരമായിട്ട് നടപ്പാക്കണമെന്ന് ഇടതുപക്ഷ മുന്നണിയോ CPM ആവശ്യപ്പെട്ടിട്ടുണ്ടോ? മറിച്ച് റിപ്പോർട്ട് ഒന്നാകെ തള്ളിക്കളയണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഞങ്ങളോട് ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്രമാണ് രാജ്യത്ത് ജീവിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി CPM മാത്രമാണ് ഇന്ത്യ കേരളത്തിൽ ജീവിക്കുന്നവർ, മറ്റുള്ളവർ ഇവിടെ ഇല്ലേ? രണ്ടാമത്തെ പ്രശ്നം എന്താണ്? രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ വോട്ട് ചെയ്യുന്നവരാരാണ്? ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന ഇവിടുത്തെ പട്ടികജാതിക്കാരും ഈഴവരും അടങ്ങുന്ന പിന്നോക്കക്കാരാണ്. ഇത് സ്ഥിതിപര കണക്കുകൾ ഇവിടെ പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. അവരുടെ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള അവരെ എല്ലാ കാലത്തും ശത്രുപക്ഷത്തിലുള്ള ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് വേണ്ടി വാദിക്കുന്നില്ല എന്നൊക്കെ VS സുനിൽകുമാർ പറഞ്ഞ ആരെ വിശ്വസിപ്പിക്കാനാണത്? എനിക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായും ശ്രീ VS സുനിൽകുമാർ MLA, താങ്കൾക്ക് മറുപടി പറയാം. ഞാൻ ശ്രീ കെ കൊച്ചിനോടുള്ള എല്ലാ ബഹുമാനം വെച്ചുകൊണ്ട് പറയാം, ഞങ്ങൾ ഈ തപാലിൽ നീന്തൽ പഠിച്ചവരല്ല CPIക്കാരും CPM ഇന്ത്യയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞങ്ങൾ വെള്ളത്തിൽ നീന്തൽ പഠിച്ച ആള് തന്നെയാണ്. ഞങ്ങൾക്ക് ഈ ദളിത് പ്രസ്ഥാനത്തെ കുറിച്ചും ദളിതരെ കുറിച്ചും ഒക്കെ തന്നെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ച് ആളോട് പറയരുത്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് തപാൽ നീന്തൽ പഠിച്ചവരല്ല, വെള്ളത്തിൽ നീന്തൽ പഠിച്ചവരാണെന്ന് അങ്ങ് മനസ്സിലാക്കണം. അപ്പൊ ഞങ്ങള് ക്രൈസ്തവ പിന്നെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് പറഞ്ഞാല് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവർത്തിച്ചു വരുന്ന ആ നയത്തെയും അല്ലെങ്കിൽ അവരുടെ ചരിത്രത്തെയൊക്കെ നിരാകരിച്ചുകൊണ്ട് ചില ആളുകൾ മാത്രമാണ് ദളിതർക്ക് വേണ്ടിയിട്ടുള്ളവരെന്ന നിലയിൽ എടുക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. താങ്കൾ പറയുന്നത് താങ്കളുടെ ആത്മാർത്ഥതയെന്ന് ഞാൻ ചോദ്യം ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. താങ്കളുടെ ആത്മാർത്ഥത ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യില്ല, എനിക്കറിയാം. പക്ഷേ ഞങ്ങള് പിന്നെ വെള്ളരിക്കപ്പെട്ട് ജീവിച്ചുകൊണ്ട് പറയുന്നതല്ല. ഇവിടുത്തെ ഈ കാര്യത്തിൽ ഞങ്ങളുടെ പ്രമേയം നിങ്ങൾ മനസ്സിലാക്കണം. കേരള നിയമസഭയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ LDF അടുത്ത കാലത്തായി ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് പൊതുസമൂഹത്തിൽ പക്ഷെ അങ്ങനെ ഒരു ധാരണയല്ല ഉണ്ടാക്കുന്നത്. പറയട്ടെ, ഞാൻ പറയാൻ സമ്മതിക്കും, അതിനോട് ഇടപെടല്ലേ? ഇതിനകത്ത് ഞങ്ങൾ നിയമസഭയിൽ ഞങ്ങൾ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് കസ്തൂരി രംഗ റിപ്പോർട്ട് വരുന്നു. ഇവിടെ പിന്നെ നമ്മുടെ വക്കീല് പറഞ്ഞൊരു കാര്യം എന്താ, ഇടതുപക്ഷം ഞങ്ങൾക്ക് അതിന് സമയം കിട്ടി. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഹൈറേഞ്ച് ഏരിയയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചും അവിടുത്തെ പാർട്ടിയെ സംബന്ധിച്ചും അവിടെ ഉണ്ടാകുന്ന എതിരഭിപ്രായങ്ങളെ പിന്നെ അതിജീവിക്കണം, അതിനനുസരിച്ചുള്ള രീതിയിലേക്ക് സമയം വേണ്ടി വരും. ഇതൊന്നുമില്ലാതെ ഏകപക്ഷീയമായി പെട്ടെന്ന് പിന്നെ പ്രഖ്യാപിക്കുകയാണ്. ഒരു ജനാധിപത്യം ഇല്ലാതെ. അത് ഞങ്ങളോട് ചർച്ച ചെയ്യുന്നല്ലോ, ഞങ്ങൾ മറ്റോട് ചർച്ച ചെയ്യുന്ന കാര്യം ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഇതായിട്ട് ജനങ്ങളോട് ചർച്ച ചെയ്യണ്ടേ? ആ ജനാധിപത്യം കസ്തൂരി രംഗ റിപ്പോർട്ടിന് മുമ്പുണ്ടായിരുന്ന ഗാഡ്ഗിൽ കമ്മിറ്റി VS സുനിൽകുമാർ MLA പറയുന്നത് വ്യക്തമാണ്. മലയോര മേഖലയിലെ പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് LDF ഇത്തരം ഒരു സമരത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അവരുടെ ആശങ്കകളാണ് LDF പങ്കുവെക്കുന്നത് എന്നാണ്. അവരുടെ ആശങ്കകളൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. ഇവിടെ BS അച്യുതാനന്ദ കാലത്ത് റിസോർട്ട് മാഫിയക്കെതിരായിട്ടും ഭൂമാഫിയക്കും മൂന്നാറിൽ ഒരു ചില നടപടികൾ എടുത്തപ്പം ആദ്യം രംഗത്ത് വന്ന CPIക്കാരാണ്, CPIയുടെ ആൾക്കാരാണ്. അത് ആരുടെ താല്പര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? ഇവിടെ കരിമണത്തിനെതിരായിട്ട് മുതലാളിമാരെ സംഘടിപ്പിച്ച യോഗത്തിൽ പോയി പ്രസംഗിച്ച CPIക്കാരാണ്. ആ CPIക്കാർ ഇവിടെ ജനങ്ങളോട് താല്പര്യമുണ്ട്, ദളിതരോട് താല്പര്യമുണ്ടെന്നൊക്കെ ആരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണ്? ഇതൊക്കെ VS സുനിൽകുമാർ പറയുന്ന നാണയില്ലേ? ഇതൊക്കെ പട്ടികക്കാരൻ പഴയ പട്ടികക്കാരാണോ? വിമോചന സമരം ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾ രഹസ്യമായിട്ട് ക്രിസ്ത്യൻ മതനേതാക്കൾക്ക് വേണ്ടി സഹായം ചെയ്തു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് വിമോചന സമരക്കാർ ഇവിടെ 100 കണക്കിൽ ഡസൻ കണക്കിൽ പട്ടികക്കാരെ കൊന്നൊടുക്കി. ഇവിടെ തമ്പ്രാനെ ഒന്നും വിളിപ്പിക്കുമെന്നും പാടെ കഞ്ഞി വിളിപ്പിക്കുമെന്നും പറഞ്ഞു. അതൊന്നും നിങ്ങൾ കേട്ടില്ല.
ഇന്ന് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചറിയുണ്ട്. അവിടെ ഞങ്ങൾ തുറന്നു പറയുന്നത് നിങ്ങൾ ചതിയാണ് വഞ്ചന കാണിക്കുന്നത്. ഇവിടുത്തെ ക്രൈസ്തവ മതമേലക്ഷന്മാർക്കും പാറമട മുതലാളിമാർക്കും മണലൂറ്റുകാർക്കും വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നത്. അവരുടെ കാശ് മേടിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഈ നിങ്ങൾ വോട്ട് ചെയ്യുന്ന ദളിത് പിന്നോക്ക ജനങ്ങളെ വഞ്ചിക്കാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? വി എസ് സുനിൽകുമാർ എം എൽ എ, താങ്കൾക്ക് കാര്യങ്ങൾ നിഷേധിക്കാൻ കഴിയുമോ? അല്ല, ഞാൻ പറയട്ടെ, ഈ സഖാവ് കെ കൊച്ച് ഒരു കാര്യം മനസ്സിലാക്കണം. അവിടെ മൂന്നാർ വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് CPI-ക്കാർ അങ്ങേക്ക് എവിടെ നിന്ന് കിട്ടി വരും? അങ്ങ് EC-ക്കാർ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ലേഖ എഴുതുന്നത് മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർ പരിപാടി. ദളിതർ എന്ന് പറഞ്ഞുകൊണ്ട് ബാധ്യതയ്ക്ക് മാത്രമല്ല, ദളിതർക്ക് വേണ്ടി നിലപാടെടുത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI. മൂന്നാറിലെ കുടിയേറ്റക്കാർക്ക്, അവിടുത്തെ കയ്യേറ്റക്കാർക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലൊന്നും പിന്നെ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചാനൽ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ കൈക്കൂലി വാങ്ങി അവിടെ പാറവടക്കാരെ വാങ്ങിയെന്ന് പറഞ്ഞാല് അതൊക്കെ ഒരു തരത്തിലുള്ള ആളുകൾ നിഷേധിക്കുന്നുണ്ട്. പാവൽ കഞ്ഞി കുടിപ്പിക്കും, തമ്പരാൻ എന്ന് വിളിപ്പിക്കുക എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവർക്ക് വേണ്ടി നയിച്ചത്. പാവൽ കഞ്ഞി കുടിപ്പിക്കില്ല, തമ്പരാൻ എന്ന് വിളിപ്പിക്കില്ല എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് മനസ്സിലാക്കണം. അത് മറന്നുപോയിക്കൊണ്ട് ഇപ്പൊ കുറെ ആളുകൾ വന്നിരുന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ഇടതുപക്ഷക്കാരുമാണ് ഏറ്റവും വലിയ കുഴപ്പക്കാരെന്ന് പറയുന്ന ധിക്കാരപരമായ സമീപനമുണ്ട്. ആ സമയത്ത് വേണ്ടി യോജിക്കാൻ കഴിയില്ല. ഇവർ ദളിത് വിഭാഗത്തിനെ കൂടി കൊന്നൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്. എന്നാൽ കോൺഗ്രസുകാരെ പരോക്ഷമായി സഹായിക്കുകയാണ്. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. റിപ്പോർട്ടിനെ എതിർക്കുന്നു, ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ച റിപ്പോർട്ടിനെ LDF എതിർക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ്. എന്ത് ബദൽ നിർദ്ദേശമാണ് LDF-ന് മുന്നോട്ട് വെക്കാനുള്ളത്? ഞങ്ങൾ ബദൽ നിർദ്ദേശം വെച്ചോളൂ. ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, കസ്തൂരിരംഗൻ റിപ്പോർട്ടിനേക്കാൾ ഉപരിയായി ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. ആ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം താഴെ തട്ട് വരെ ചർച്ച ചെയ്യട്ടെ, ആളുകൾ അറിയട്ടെ എന്താണ് ഈ റിപ്പോർട്ട്, എന്താണ് പശ്ചിമോട്ട വലയുടെ പ്രശ്നം, എന്താണ് അതിനകത്ത് ഇന്നോട് കാഷ്വാലിറ്റി, ഇന്നോട് പരിഹാര മാർഗം എന്ന് പറയുന്നു. ആ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ? എത്തിക്കാൻ ഉത്തരവാദിത്തം വി എസ് സുനിൽകുമാർ എം എൽ എ, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാനായി ആവശ്യപ്പെടുമോ LDF? അതിനുവേണ്ടിയുള്ള സമര രംഗത്തേക്ക് LDF വരുമോ? അല്ല, ഞങ്ങൾ പറയുന്നത് ഇവിടെ പശ്ചിമഘട്ട മലനിരകൾ സംരക്ഷിക്കപ്പെടണം. ആ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി തള്ളിക്കളയണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതിനകത്ത് നിരവധി ന്യൂനതകളുണ്ട്, കർഷകർക്ക് ആശങ്കകളുണ്ട്. അതുകൊണ്ട് താഴെ തട്ടോടെ ചർച്ച ചെയ്തുകൊണ്ട് അതിനകത്തുള്ള ന്യൂനതകൾ കൂടി പരിഹരിച്ചുകൊണ്ട് അവിടെയുള്ള കൃഷിക്കാരെ, അവിടെയുള്ള കർഷകരെ, കർഷക തൊഴിലാളികളെ സംരക്ഷിക്കാനും അതേസമയത്ത് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ കൂടി പങ്കാളിത്തോടുകൂടി അവിടുത്തെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് ഗവൺമെന്റ് എടുക്കേണ്ടത്. അതിന് പകരം മറ്റു രൂപത്തിലേക്ക് പോകുന്നത് ശരിയല്ല. ഗവൺമെന്റ് എന്ന് പറയുന്ന സ്ഥാപനം അത് ഒരു സംവിധാനം മാത്രമാണ്. ജനങ്ങളാണ് അതിന്റെ യജമാനന്മാർ. ജനങ്ങളെ ശത്രുപക്ഷം നിർത്താൻ പാടില്ല. ആ നിലയിലേക്കല്ല പോകേണ്ടത്. അതിന്റെ അർത്ഥം ഞങ്ങൾ പരിസ്ഥിതി വിരുദ്ധന്മാരാണെന്ന് പറയുന്നത്. ഇവിടെ പരിസ്ഥിതി വിരുദ്ധന്മാരായിട്ട് ഒരു വിഭാഗം ആളുകളെ പരിസ്ഥിതി വിരുദ്ധന്മാരെ ചിത്രീകരിക്കുക, ഇടതുപക്ഷ പാർട്ടികളെ താപ്പ് കിട്ടുന്ന സമയത്തൊക്കെ തന്നെ ചില ബുദ്ധിജീവികൾ ചേർന്നിരുന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ അപഹസിക്കുക. ശ്രീ വി എസ് സുനിൽകുമാർ എം എൽ എ, സമയപരിമിതി മൂലം ഇടപെടുകയാണ്. ശ്രീ കെ കൊച്ച്, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് CPM ആവശ്യപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും കരുതില്ല. കാരണം എന്താ വെച്ചാൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടാണ്. ഇപ്പം മാവോസത്തിൽ ശത്രു ആക്രമിക്കുന്നതിനെതിരെയും നാം പിന്തുണയ്ക്കുക, ശത്രു പിന്തുണയ്ക്കുന്നതെന്ന് ആക്രമിക്കാന്ന് പറയുന്നത്. ഇവിടെ ഈ ക്രൈസ്തവ സഭാ മേധാധ്യക്ഷന്മാർ ഒരു നിലപാടെടുക്കുമ്പോൾ ആ നിലപാട് അതിനെ പൂർണ്ണമായിട്ടും ഒരു പിന്താങ്ങേണ്ട ചില പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ജനങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യാനുള്ള, സുനിൽകുമാർ പറയുന്ന പോലെ ചർച്ച ചെയ്യാനുള്ള എല്ലാ വേദികളും CPI-ക്കും CPM-നും ഉണ്ട്. അവരെന്ത് ചർച്ചകളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്? അവരാദ്യം പറയുന്നത് ക്രൈസ്തവ സഭയിൽ അതേ ശബ്ദം ഏറ്റുപിടിച്ചുകൊണ്ട് അവർ പറയുക ഈ റിപ്പോർട്ട് തള്ളിക്കളയണമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും തള്ളിക്കളയണമെന്ന് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരോടൊപ്പം നിന്ന് അവർ പറഞ്ഞു. അതേസമയം അവർ ചർച്ച ചെയ്യട്ടെന്ന്. ഗവൺമെന്റ് മാത്രമേ ഇത് കുറ്റപ്പെടുത്തുന്നത്. ഇവരും അധികാരത്തിലുള്ളവരല്ലേ. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ ചർച്ച ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് എത്രയോ വേദികളുണ്ട്. ഇവരാ വേദികൾ ചർച്ച ചെയ്യട്ടെ. ഇത്തരം ചർച്ചയ്ക്കൊന്നും ഒരുങ്ങാതെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പറഞ്ഞ അതേ വാദങ്ങൾ ഏറ്റെടുത്തേച്ചു ഞങ്ങൾ പരിസ്ഥിതി സംരക്ഷകരാണെന്ന് ഇവർ വീം പഠിക്കണം. എന്തിനാ? എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണത്. വ്യക്തമാണ്. ശ്രീ കെ കൊച്ച്, താങ്കളുടെ അഭിപ്രായം ഗാഡ്ഗിൽ കമ്മിറ്റി കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ നടപ്പാക്കുന്നതിനെതിരെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ ഇനിയും പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് കരുതുന്നത്. ന്യൂസ് മിഡിൽ ഈസ്റ്റിൽ ചർച്ച സമയക്കുറവ് മൂലം നിർത്തുകയാണ്. ചർച്ചയിൽ പങ്കെടുത്തത് കെ കൊച്ച്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് കെ ശശിധരൻ പിള്ള, CPI നേതാവും MLA-യുമായ വി എസ് സുനിൽകുമാർ, അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവരാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇന്ത്യൻ ക്രിക്കറ്റിന് ഇനി സച്ചിൻ സ്പർശമില്ല.
സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് ജീവിതം അവസാനിപ്പിച്ചു. വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്നിംഗ്സ് ജയത്തോടെ ടീം ഇന്ത്യ വാങ്കഡയിൽ ഇതിഹാസ താരത്തിന് രാജകീയ യാത്രയയപ്പ് നൽകി. ക്രിക്കറ്റ് ജീവിതത്തിൽ പിന്നിട്ട വഴികൾ സ്മരിച്ചും പ്രചോദനം നൽകിയവർക്ക് നന്ദി പറഞ്ഞുമാണ് സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് ജീവിതത്തിൽ നിന്ന് വിരമിച്ചത്. വികാരഭരിതമായിരുന്നു സച്ചിന്റെ മറുപടി പ്രസംഗം. മുഹമ്മദ് ഷമിയുടെ പന്തിൽ വിൻഡീസിന്റെ അവസാന വിക്കറ്റും കൂടാരം കയറുമ്പോൾ സച്ചിൻ എന്ന മനുഷ്യന് ചുറ്റുമായിരുന്നു വാങ്കഡയും ലോകവും. 24 വർഷത്തെ ക്രിക്കറ്റ് സബരിയയ്ക്ക് വിരാമമിടുമ്പോൾ വികാരധീനനായി പലപ്പോഴും സച്ചിൻ. സച്ചിൻ എന്തുകൊണ്ട് മറ്റു താരങ്ങളിൽ നിന്നും വിഭിന്നനാകുന്നു എന്ന് തെളിയിച്ച മറുപടി പ്രസംഗം. 22 യാർഡുകൾക്കിടയിലെ 24 വർഷങ്ങൾ അവസാനിക്കുന്നത് വിശ്വസിക്കാനാകുന്നില്ലെന്ന് പറഞ്ഞു തുടങ്ങി സച്ചിൻ. പിന്നെ ജീവിതത്തിൽ സ്പർശിച്ച മുഹൂർത്തങ്ങളും ഓർമ്മകളും ഒപ്പിയെടുത്തു. ആദ്യം സ്വപ്നങ്ങളുടെ പിറകെ സഞ്ചരിക്കാൻ പഠിപ്പിച്ച അച്ഛൻ രമേശ് തെണ്ടുൽക്കറിനെ. He gave me freedom at the age of 11 and told me that chase your dreams, but make sure you don't find shortcuts. മനുഷ്യത്വം ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കണമെന്നതടക്കം അച്ഛൻ പകർന്നു തന്ന ബാലപാഠങ്ങൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞുവെന്ന് പറഞ്ഞപ്പോൾ ഗാലറി നിശബ്ദം. പിന്നെ അമ്മ സഹിച്ച ത്യാഗങ്ങളിലേക്ക്. My mother, I don't know how she dealt with such a naughty child like me. ഏറ്റവും അവസാനം പ്രിയപ്പെട്ട കാണികളെക്കുറിച്ച്. Whatever you've done for me, I know I've met so many guys who've fasted for me, who've prayed for me, done all sorts of things for me. You know, without all that, life wouldn't have been like this for me. സഹതാരങ്ങളുടെ ചുമലിലേറി മൈതാനം ചുറ്റുമ്പോൾ കണ്ണു പലപ്പോഴും ഈറനണിഞ്ഞു. ലോക കായിക ചരിത്രത്തിലെ അപൂർവം കാഴ്ചകളിലൊന്ന്. സച്ചിൻ എന്ന വികാരം മൈതാനത്തിനി ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കാൻ പാടുപെടുന്ന കാണികൾ. 1989 നവംബർ മധ്യത്തിൽ തുടങ്ങിയ ക്രിക്കറ്റ് പ്രയാണം അങ്ങനെ 24 ആണ്ടുകൾക്ക് ശേഷം മറ്റൊരു നവംബറിന്റെ മധ്യത്തിൽ അവസാനിച്ചു. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1. വിരമിക്കൽ ദിനത്തിൽ തന്നെ സച്ചിന് ഭാരതരത്ന നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം ഇതിഹാസ താരത്തിനുള്ള രാജ്യത്തിന്റെ അർഹമായ അംഗീകാരമായി. ഭാരതരത്ന ലഭിക്കുന്ന ആദ്യ കായിക താരമാണ് സച്ചിൻ. പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര ഉപദേശക സമിതി കൌൺസിൽ അംഗം CNR റാവുവിനും ഭാരതരത്ന നൽകാൻ തീരുമാനമായി. ജീവിക്കുന്ന ഇതിഹാസവും അന്താരാഷ്ട്ര കായിക രംഗത്തെ രാജ്യത്തിന്റെ അംബാസിഡറുമാണ് സച്ചിനെന്ന് ഭാരതരത്ന പുരസ്കാരം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ക്രിക്കറ്റിൽ 24 വർഷത്തെ കരിയറിൽ രാജ്യത്തിന് സമ്മാനിച്ച ബഹുമതികളും പ്രശസ്തിയും അംഗീകരിച്ചാണ് പുരസ്കാരം. പുരസ്കാരം നേടുന്ന ആദ്യ കായിക താരമാണ് സച്ചിൻ. നേരത്തെ കായിക രംഗത്തുള്ളവർക്ക് പുരസ്കാരം നൽകാൻ വ്യവസ്ഥകൾ എതിരായിരുന്നു. ഇത് പിന്നീട് തിരുത്തി. പുരസ്കാരം അമ്മക്ക് സമർപ്പിക്കുന്നുവെന്നും തീരുമാനത്തിൽ ഏറെ സന്തോഷമുണ്ടെന്നും സച്ചിൻ പ്രതികരിച്ചു. പ്രമുഖ രസതന്ത്ര ശാസ്ത്രജ്ഞനായ CNR റാവുവാണ് പുരസ്കാരത്തിന് ശുപാർശ ചെയ്യപ്പെട്ട മറ്റൊരാൾ. രസതന്ത്രശാസ്ത്ര രംഗത്ത് 1400 ഗവേഷണ പ്രബന്ധങ്ങളും 45 പുസ്തകങ്ങളും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾക്കും അർഹനായിരുന്നു. 1954 ആരംഭിച്ച ഭാരതരത്ന പുരസ്കാരം 41 പേർക്കാണ് ഇതിനകം ലഭിച്ചത്. 2008 ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഗായകൻ ഭീംസൻ ജോഷിക്കാണ് അവസാനമായി പുരസ്കാരം ലഭിച്ചത്. മീഡിയ 1, ഡൽഹി. മറ്റു വാർത്തകളിലേക്ക്. സൗദിയിൽ നിയമലംഘകരെ കണ്ടെത്തുന്നതിനായി നടത്തിയ പരിശോധനാ ഫലം തൊഴിൽ മന്ത്രി പുറത്തുവിട്ടു. ഇതിനകം 3220 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. പരിശോധനയിൽ 107 നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഇക്കഴിഞ്ഞ നവംബർ 4 തുടങ്ങിയ പരിശോധന ഒരാഴ്ച പിന്നിട്ടതിന്റെ ഫലമാണ് തൊഴിൽ മന്ത്രി പുറത്തുവിട്ടത്. 3220 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുകയും സ്പോൺസറുടെ കീഴിൽ അല്ലാതെ ജോലി ചെയ്ത 107 ലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. വ്യാജമായി സൗദി തസ്തികകൾ സൃഷ്ടിച്ച 154 കേസുകൾ കണ്ടെത്തി. 563 സ്ഥാപനങ്ങളുടെ കമ്പ്യൂട്ടർ ബ്ലോക്ക് ചെയ്തു. ഓരോ പ്രവിശ്യയിലും ഇതുവരെ കണ്ടെത്തിയ പരിശോധനകളുടെ കണക്കും അദ്ദേഹം വെളിപ്പെടുത്തി. ട്വിറ്ററിൽ എഴുതിയ കുറിപ്പിലാണ് ഇത് വെളിപ്പെടുത്തിയത്. മീഡിയ 1, റിയാദ്. കുവൈത്തിലെ ഫർവാനിയ ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ അനധികൃത താമസക്കാരെയും നിയമലംഘകരെയും പിടികൂടാനായി പോലീസ് നടത്തിയ റെയ്ഡിൽ 39 പേർ പിടിയിലായി. ഫർവാനിയ, ഖൈത്താൻ എന്നീ ഭാഗങ്ങളിലായിരുന്നു പരിശോധന. പിടിയിലായവരിൽ 12 പേർ ഒരു തിരിച്ചറിയൽ രേഖയും ഇല്ലാത്തവരാണ്. വിവിധ കുറ്റകൃത്യങ്ങളിൽ പോലീസ് തിരയുന്നവരാണ് 4 പേർ. ട്രാഫിക് വിഭാഗം നടത്തിയ റെയ്ഡിൽ 19 നിയമലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്തു. 4 വാഹനങ്ങൾ കണ്ടുകെട്ടി. റെയ്ഡ് വരും ദിവസങ്ങളിലും തുടരും. സൗദിയിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ വേജ് പ്രൊട്ടക്ഷൻ നിയമം 2ാം ഘട്ടം ഉടൻ നടപ്പാക്കും. ജീവനക്കാർക്ക് നിരവധി ആനുകൂല്യങ്ങളാണ് പദ്ധതി വഴി ലഭ്യമാകുക. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജീവനക്കാരുടെ വേതന വ്യവസ്ഥ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി സൗദി തൊഴിൽ മന്ത്രാലയം നടപ്പാക്കി വരുന്ന വേജ് പ്രൊട്ടക്ഷൻ 2ാം ഘട്ടം ഈ മാസം അവസാനത്തോടെ ആരംഭിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. 2000-ന് മുകളിൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിലാണ് ആദ്യം നടപ്പാക്കുക. തൊഴിലാളികളുടെ എണ്ണം പരിഗണിക്കാതെ ക്രമേണ എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളിലും നിയമം നടപ്പാക്കാൻ തൊഴിൽ മന്ത്രാലയം തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായാണ് നടപടി.
സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് നിരവധി ആനുകൂല്യങ്ങൾ ഇതിലൂടെ ലഭ്യമാകും. നിയമം നടപ്പാവുന്നതോടെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടും. പദ്ധതി പ്രകാരം ജീവനക്കാർക്ക് തൊഴിൽ കോൺട്രാക്റ്റിൽ രേഖപ്പെടുത്തിയ വേതനം പൂർണ്ണമായും കൃത്യസമയത്ത് തന്നെ ലഭിക്കും. ഉടമയും ജീവനക്കാരനും തമ്മിൽ വേതനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാനിടയുള്ള തർക്കം ഇല്ലാതാക്കാനും കരാറിൽ രേഖപ്പെടുത്തിയ ശമ്പളമാണോ നൽകുന്നതെന്ന് ഉറപ്പുവരുത്താനും വേജ് പ്രൊട്ടക്ഷൻ സഹായിക്കും. തൊഴിൽ തർക്കമുണ്ടായാൽ തെളിവായി ഉപയോഗിക്കാമെന്നതുകൊണ്ട് തർക്കപരിഹാരം എളുപ്പമാകും. വേജ് പ്രൊട്ടക്ഷൻ നിയമം തൊഴിലാളികളുടെ അവകാശങ്ങൾക്കൊപ്പം തൊഴിലുടമയുടെ താൽപര്യ സംരക്ഷണവും മുഖ്യമായി കാണുന്നു. നിയമം നടപ്പാക്കുന്നതോടെ തൊഴിൽ തർക്കങ്ങൾ ഇല്ലാതാകുകയും ജോലിസ്ഥലങ്ങളിൽ ആരോഗ്യകരമായ തൊഴിൽ സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. മീഡിയ 1 റിയാദ്. സൗദിയിലേക്ക് എഞ്ചിനീയറിംഗ് വിസ ലഭിക്കാൻ 4 വർഷത്തെ തൊഴിൽ പരിചയം നിർബന്ധം. അതേസമയം സൗദിയിൽ താമസരേഖയുള്ളവർക്ക് തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. സൗദിയിലേക്ക് പുതുതായി എഞ്ചിനീയറിംഗ് വിസയിൽ വരുന്നവർക്ക് ചുരുങ്ങിയത് 4 വർഷത്തെ തൊഴിൽ പരിചയം ഉണ്ടായിരിക്കണമെന്ന് സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയറിംഗ് വ്യക്തമാക്കി. എഞ്ചിനീയറിംഗ് വിസയിലെത്തുന്നവർ ഇക്കാമ ലഭിക്കാൻ 4 വർഷം പഠിച്ച മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന നിബന്ധനയുണ്ട്. ഇതിന് പുറമെയാണ് 4 വർഷത്തെ തൊഴിൽ പരിചയം തെളിയിക്കുന്ന സാക്ഷ്യപത്രവും ഹാജരാക്കണമെന്ന പുതിയ നിബന്ധന. പുതുതായി ബിരുദമെടുത്തവർ സൗദിയിലെത്തി തൊഴിൽ പരിചയം നേടുന്നതിലൂടെ സൗദി വിപണിയും നിർമ്മാണ മേഖലയും ഇത്തരം നവബിരുദധാരികളുടെ പരിശീലന കളരിയായി മാറുകയാണെന്ന് കൗൺസിൽ വക്താവ് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ സൗദിയിൽ താമസരേഖയുള്ള വിദേശി വിദ്യാർത്ഥികൾ സൗദിക്കകത്തോ പുറത്തോ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയവരാണെങ്കിൽ അവർക്ക് തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. പക്ഷേ വിദേശത്ത് പഠനം നടത്തുന്ന 4 വർഷവും സൗദിയിൽ നിയമാനുസൃതമായി ഇഖാമയുള്ളവരായിരിക്കണമെന്ന് നിബന്ധനയുണ്ട്. വിസ റദ്ദാക്കി വിദേശത്ത് പഠനം നടത്തി തിരിച്ചെത്തുന്നവർക്ക് കൗൺസിൽ അനുവദിച്ച ഇളവിന് അർഹതയുണ്ടാവില്ല. സൗദിയിൽ പുതിയ വിസക്കെത്തുന്ന എഞ്ചിനീയർമാർ 4 വർഷത്തെ പഠന സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റ് നൽകി സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയറിംഗിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് മുമ്പേ നിബന്ധനയുണ്ട്. ഇത്തരത്തിൽ സമർപ്പിക്കുന്ന വിദേശ സർട്ടിഫിക്കറ്റുകളുടെ സത്യാവസ്ഥ അതതു രാജ്യത്തെ പഠിച്ച സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയറിംഗ് ഉറപ്പുവരുത്തിയിരുന്നു. സത്യവിരുദ്ധമായി തോന്നുന്ന സർട്ടിഫിക്കറ്റ് ഉടമയെ വിവരമറിയിക്കുകയും 1 മാസത്തിനകം സത്യാവസ്ഥ തെളിയിക്കാത്ത പക്ഷം തുടർ നടപടിക്കായി സൗദി ആഭ്യന്തര മന്ത്രാലയത്തെ ഏൽപ്പിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ വ്യാജമെന്ന് വ്യക്തമായ 1050 സർട്ടിഫിക്കറ്റ് ഉടമകളെ ഇതിനകം കൗൺസിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഫിലിപ്പൈൻസിൽ നിന്നുള്ളവരാണ്. 173 ഇന്ത്യക്കാരും 19 സൗദി പൗരന്മാരും ഇതിൽ ഉൾപ്പെടും. അസർ പുള്ളിയിൽ, മീഡിയ 1 റിയാദ്. കുവൈത്തിൽ വീണ്ടും കൊറോണ രോഗബാധ. സൗദിയിൽ നിന്നും മടങ്ങിയെത്തിയ ആൾക്കാണ് രോഗബാധയുണ്ടായത്. സൗദിയിൽ നിന്നും മടങ്ങിയെത്തിയ 52കാരനാണ് ഇത്തവണ കൊറോണ വൈറസ് ബാധിച്ചതായി കണ്ടെത്തിയത്. കുവൈത്തിൽ കണ്ടെത്തിയ 2ാമത്തെ കൊറോണ വൈറസ് ബാധിതനാണ് ഇയാൾ. ഏതാനും ദിവസം മുൻപ് സൗദിയിൽ നിന്നും മടങ്ങിയെത്തിയ ഇയാളെ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചാൽ ഹിന്ദു വോട്ട് കൂടുതൽ ലഭിക്കുമെന്ന CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ ധാരണ ഇനി വിലപ്പോവില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി അമീർ ടി ആരിഫ് അലി. ഒമാനിലെ ബർക്കയിൽ കേരള ഇസ്ലാമിക് അസോസിയേഷന്റെ ദേശീയ പ്രവർത്തക സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ നേടാൻ CPM നടത്തുന്ന സെമിനാറും മുഖ്യധാര എന്ന പ്രസിദ്ധീകരണവും ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുത്തുമോ എന്ന് CPMന് ആശങ്കയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് മേൽ വർഗീയത ആരോപിച്ച് വിമർശനം നടത്തിയാൽ ഹിന്ദു വോട്ട് ലഭിക്കുമെന്നാണ് പിണറായി വിജയൻ കരുതുന്നത്. ഇത് മൗഢ്യമാണ്. സോൾഡാറ്റിയിലൂടെയും അതിൻ്റെ മാധ്യമ സംരംഭങ്ങളിലൂടെയും ജമാഅത്തെ ഇസ്ലാമിയെ കേരളത്തിലെ പൊതുസമൂഹം മുമ്പത്തേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നാണല്ലോ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ജന്മം കൊണ്ടിട്ടുള്ളത്. ഇതിനെയൊക്കെ കേരളീയ സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനം. അത് കേരളത്തിൽ സാമുദായിക ധ്രുവീകരണത്തിനും വർഗീയതക്കും ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഹൈന്ദവ സമൂഹം അത് അംഗീകരിക്കില്ലല്ലോ. അപ്പൊ അദ്ദേഹം ജമാഅത്തിന് 4 ചീത്ത പറഞ്ഞിട്ട് ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് മൗഢ്യമാണ്. ഇടതുമുന്നണിയോട് ജമാഅത്ത് സ്വീകരിക്കുന്ന സമീപനം അവരുടെ വിമർശനം നോക്കിയല്ലെന്നും രാഷ്ട്രീയ പ്രവർത്തനം നോക്കിയാണെന്നും ആരിഫ് അലി പറഞ്ഞു. സാമ്പത്തിക രംഗത്തും വ്യക്തിജീവിതത്തിലും കൂടുതൽ വിശുദ്ധി പുലർത്താൻ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. കേരള ഇസ്ലാമിക് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം നദവി, ജനറൽ സെക്രട്ടറി മുനീർ വരന്തരപ്പള്ളി എന്നിവർ സംസാരിച്ചു. അൻസാർ മൗലവി ക്ലാസ് എടുത്തു. മീഡിയ 1 മസ്കത്ത്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദും ജമാഅത്തെ ഇസ്ലാമി അമീർ ടി ആരിഫ് അലിയും മസ്കത്തിൽ കൂടിക്കാഴ്ച നടത്തി. പ്രമുഖ മലയാളി വ്യവസായി ഡോക്ടർ ഗൾഫാർ P മുഹമ്മദ് അലി വീട്ടിലൊരുക്കിയ സ്വീകരണത്തിലാണ് ഇരു നേതാക്കളും തമ്മിൽ കണ്ടത്. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് 5 ദിവസം നീണ്ട സന്ദർശനത്തിനായാണ് ഒമാനിലെത്തിയത്. 2 ദിവസമായി ജമാഅത്തെ ഇസ്ലാമി അമീർ ടി ആരിഫ് അലിയും ഒമാനിലുണ്ടായിരുന്നു. പര്യടനം പൂർത്തിയാക്കി മടങ്ങുന്നതിന് മുമ്പാണ് ഇരു നേതാക്കളും മസ്കത്തിൽ ഡോക്ടർ ഗൾഫാർ P മുഹമ്മദ് അലി വീട്ടിൽ അത്താഴത്തിനായി ഒന്നിച്ചത്. നിങ്ങൾക്കിടയിൽ അയിത്തമൊന്നുമില്ലല്ലോ എന്ന മുഖവുരയോടെയാണ് ആതിഥേയൻ ഇരുവരെയും വരവേറ്റത്. നാട്ടിൽ സുപ്രധാന സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒന്നിച്ചിരിക്കുന്നവരാണ് തങ്ങളെന്നായിരുന്നു ഇതിന് KPA മജീദിൻ്റെ മറുപടി.
CKV യൂസഫ്, PAV അബൂബക്കർ തുടങ്ങിയ KMCC നേതാക്കളും കേരള ഇസ്ലാമിക് അസോസിയേഷൻ ഭാരവാഹികളായ അബ്ദുൽ ഹക്കീം നദ്വീൻ, മുനീർ വരന്തരപ്പള്ളി, MAK ഷാജഹാൻ തുടങ്ങിയവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. ഖത്തറിലെ ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷന്റെ 6ാമത് മദ്രസയായ അൽ മദ്രസുൽ ഇസ്ലാമിയ സ്കോളേഴ്സ് മുവൈദറിൽ ആരംഭിച്ചു. ലോക ഇസ്ലാമിക പണ്ഡിത സഭ ജനറൽ സെക്രട്ടറി അലി മുഹ്യുദ്ദീൻ അൽ ഖുറദാഗിയാണ് മദ്രസയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇസ്ലാമിൽ അറിവിന് വലിയ പ്രാധാന്യമാണ് കൽപ്പിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ പ്രസിഡന്റ് KT അബ്ദുറഹ്മാൻ, IIA മദ്രസ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് KC അബ്ദുൽ ലത്തീഫ്, ഡോക്ടർ വണ്ടൂർ അബൂബക്കർ തുടങ്ങിയവർ പരിപാടിയിൽ മുഖ്യാതിഥികളായിരുന്നു. സിറിയൻ പ്രതിപക്ഷം ഐക്യപ്പെടണമെന്ന് ലോക ഇസ്ലാമിക പണ്ഡിത സഭാധ്യക്ഷൻ ഡോക്ടർ യൂസഫുൽ ഖറദാവി ആവശ്യപ്പെട്ടു. മദീന ഖലീഫയിലെ ഉമർ ഖത്താബ് പള്ളിയിൽ വെള്ളിയാഴ്ച നമസ്കാര പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സിറിയ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന അതീവ സങ്കീർണമായ അവസ്ഥകൾ മുന്നിൽ വച്ച് സിറിയൻ പ്രതിപക്ഷ പാർട്ടികൾ തമ്മിൽ രമ്യതയിലാവണമെന്ന് യൂസഫുൽ ഖറദാവി വ്യക്തമാക്കി. ലബനാൻ, ഇറാഖ് എന്നിവിടങ്ങളിലെ ഷിയാക്കൾ പിശാജിന്റെ സേനയാണ്. ലോകത്തുള്ള മുഴുവൻ ഷിയാക്കളും സിറിയയിലുള്ള സുന്നികൾക്കെതിരെയുള്ള യുദ്ധത്തിനെ അണിനിരന്നിരിക്കുകയാണെന്നും ഖറദാവി പറഞ്ഞു. സിറിയയിൽ വിപ്ലവം ആരംഭിച്ചത് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ്. എന്നാൽ ബഷാറുൽ അസദ് അത് വകവെച്ച് നൽകാൻ തയ്യാറാകാത്തത് കാടത്തമാണെന്നും ഖറദാവി ആരോപിച്ചു. ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളും സിറിയൻ ജനതയെ സഹായിക്കാൻ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. റമീസ് ചാത്തിയാറ, മീഡിയ 1, ദോഹ. മസ്കത്തിൽ സ്കൂൾ ബസ്സിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ് 6 വയസ്സുള്ള മലയാളി വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവം മറ്റു രക്ഷിതാക്കളെ ആശങ്കയിലാക്കുന്നു. ദാർസെയ്ത്ത് ഇന്ത്യൻ സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥി എറണാകുളം ഇടപ്പള്ളി സ്വദേശി വിൻസെന്റിന്റെ മകൻ നിരലിനാണ് കഴിഞ്ഞ ദിവസം സാരമായ പരിക്കേറ്റത്. ഒമാനിലെ സ്കൂൾ ബസ് നടത്തിപ്പുകാരുടെ കുറ്റകരമായ അനാസ്ഥയുടെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ഈ വിദ്യാർത്ഥി. ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസിന്റെ ജനൽ വഴി റോഡിലേക്ക് തെറിച്ചു വീണാണ് നിരലിന് പരിക്കേറ്റത്. തലമുറിഞ്ഞ് 6 സ്റ്റിച്ച് ഇടേണ്ടി വന്നു. വയറ്റിലും കൈകളിലും മുറിവേറ്റിട്ടുണ്ട്. ബസ് ബ്രേക്ക് എടുത്തപ്പോൾ വിൻഡോ വഴി പുറത്തു പോവായിരുന്നു. സ്കൂൾ ബസ്സിന് പിന്നാലെ കാറിൽ വന്ന ഒമാനി വനിതയാണ് നിരൽ റോഡിൽ കിടക്കുന്നത് കണ്ടത്. ഇതുവഴി വന്ന മറ്റൊരു രക്ഷിതാവ് ഗുരുവായൂർ സ്വദേശി ദേവിപ്രസാദും ഒമാനി പൗരനും ചേർന്ന് തക്ക സമയത്ത് കുട്ടിയെ മസ്കത്ത് ഖൗല ആശുപത്രിയിൽ എത്തിച്ചതിനാൽ ജീവൻ രക്ഷിക്കാനായി. ഒമാനിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് ദേവിപ്രസാദ് പറയുന്നു. സമാനമായ രീതിയിൽ സ്കൂൾ ബസ്സിൽ നിന്ന് വീണ് പരിക്കേറ്റ 4 വിദ്യാർത്ഥികൾ ചികിത്സ തേടിയിരുന്നതായി ആശുപത്രി അധികൃതരും വ്യക്തമാക്കി. ആദ്യമായിട്ടില്ല അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. ഇത് അവരുടെ അറിവിൽ 3ാമത്തെയോ 4ാമത്തെയോ തവണയാണ് ഇതേപോലെ ഒരു കുട്ടി സ്കൂൾ ബസ്സിൽ നിന്ന് വീണുണ്ടാവുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാത്ത ബസ്സുകളാണ് ഒമാനിൽ സ്കൂൾ സർവീസ് നടത്തുന്നതെന്ന പരാതി നേരത്തെ ശക്തമാണ്. വണ്ടിക്ക് സൈഡ് പ്രൊട്ടക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഡ്രൈവർ അപ്പോൾ അവിടെ നിന്ന് എന്നോട് പറയണ്ടായിരുന്നു, കുട്ടി എന്തിനാ ഡോർ തുറന്നതെന്ന്. കുട്ടി വിൻഡോ തുറന്നിട്ടില്ലെന്ന്. അപ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് വിൻഡോ തുറക്കാൻ അറിയാവോ എന്നൊന്നും കുട്ടിക്ക് അറിയില്ല. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്വകാര്യ വ്യക്തികളുടെയും കമ്പനികളുടെയും ഉടമസ്ഥയിലുള്ള ബസ്സുകളാണ് ഒമാനിൽ സ്കൂൾ സർവീസ് ഏറ്റെടുക്കുന്നത്. ഇവർക്കുമേൽ സ്കൂളിനോ ഇന്ത്യൻ സ്കൂൾ ബോർഡിനോ യാതൊരു നിയന്ത്രണവുമില്ല. വേഗപരിധി പോലും പാലിക്കാതെ കുട്ടികളെയും കൊണ്ട് ചീറിപ്പായുന്ന ബസ്സുകൾ പലപ്പോഴും കുരുന്നുകളുടെ ജീവൻ പന്താടുകയാണ്. പരാതി വ്യാപകമായതിനെ തുടർന്ന് ചില സ്കൂളുകൾ സ്വന്തം ബസ് സർവീസ് ഏർപ്പെടുത്താൻ ശ്രമം ആരംഭിച്ചെങ്കിലും എങ്ങും എത്തിയില്ല. സുരക്ഷിതമല്ലാത്ത സ്കൂൾ ബസ്സുകൾ ഒമാനിലെ ഇന്ത്യൻ രക്ഷിതാക്കളെ കാലങ്ങളായി തീറ്റിക്കുകയാണ്. നിരലിന് പരിക്കേറ്റ സംഭവത്തിൽ ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഷിനു ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. കുവൈറ്റ് പാർലമെന്റിൽ വീണ്ടും കുറ്റവിചാരണ പ്രമേയങ്ങൾ. 50 വർഷം പിന്നിട്ട കുവൈറ്റ് പാർലമെന്റിന്റെ ചരിത്രത്തിൽ കുറ്റവിചാരണ പ്രമേയങ്ങൾ പുതിയ കാര്യമല്ല. സർക്കാരിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ലാത്ത പാർലമെന്റ് അംഗങ്ങൾക്ക് തങ്ങളുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാനും സർക്കാരിനെതിരെ നീങ്ങാനുമുള്ള വജ്രായുധമാണ് കുറ്റവിചാരണ പ്രമേയം. സർക്കാരിന്റെ പല നയങ്ങൾക്കുമെതിരെ നിലപാട് സ്വീകരിക്കാൻ മടിയില്ലാത്തവരാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് പല MP-മാരും മത്സരിച്ച് കുറ്റവിചാരണ പ്രമേയങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ആഴ്ച മുമ്പ് പാർലമെന്റിന്റെ 2ാം ഘട്ട സമ്മേളനത്തിന് തുടക്കമായ ശേഷം 6 കുറ്റവിചാരണ പ്രമേയ നോട്ടീസുകളാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഭരണഘടനയിലെ 100, 101, 102 വകുപ്പുകളാണ് മന്ത്രിമാരെ കുറ്റവിചാരണയ്ക്ക് വിധേയമാക്കാൻ അനുമതി നൽകുന്നത്. ഇതുപ്രകാരം പ്രധാനമന്ത്രിയടക്കം സർക്കാരിലെ ഏതു മന്ത്രിക്കെതിരെയും MP-മാർക്ക് കുറ്റവിചാരണയ്ക്ക് അനുമതി തേടാം. നോട്ടീസ് നൽകുന്ന MP കുറ്റവിചാരണ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന പക്ഷം സർക്കാരിന്റെ കൂടി അഭിപ്രായം പരിഗണിച്ച് നോട്ടീസിനുമേൽ ചർച്ചയ്ക്ക് തീയതി നിശ്ചയിക്കും. ചർച്ചയ്ക്ക് ശേഷം ആവശ്യമെങ്കിൽ നിശ്ചിത എണ്ണം MP-മാർ ആവശ്യപ്പെട്ടാൽ മന്ത്രിക്കെതിരെ വിശ്വാസ വോട്ടെടുപ്പ് അരങ്ങേറും. വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടാൽ മന്ത്രി രാജിവെക്കണം. പലപ്പോഴും അവിശ്വാസ വോട്ടെടുപ്പിലേക്ക് കുറ്റവിചാരണ എത്താറില്ല. വിശ്വാസ വോട്ടെടുപ്പ് ഉറപ്പായാൽ അത് നേരിടാതെ രാജിവെക്കുകയാണ് മിക്ക മന്ത്രിമാരും ചെയ്തിരുന്നത്. മീഡിയ 1, കുവൈറ്റ്. ഗൾഫ് മാധ്യമം വിചാരവേദിയുടെ അജ്മാൻ ചാപ്റ്ററിന് ഗംഭീര തുടക്കം. അജ്മാനിലെ നിറഞ്ഞ സദസ്സിന് മുന്നിൽ വിചാരവേദിയുടെ ഉദ്ഘാടനം അജ്മാൻ രാജകുടുംബാംഗം ഷെയ്ഖ് റാഷിദ് ബിൻ ഹംദാൻ അൽ നുഐമി നിർവഹിച്ചു.
UAEയുടെ വ്യാവസായിക നഗരമായ അജ്മാനിൽ നിറസദസ്സിനു മുന്നിലായിരുന്നു ഗൾഫ് മാധ്യമം വിചാരവേദിയുടെ അജ്മാൻ ചാപ്റ്റർ ഷെയ്ഖ് റാഷിദ് ബിൻ ഹംദാൻ അൽ നുഐമി ഉദ്ഘാടനം നിർവഹിച്ചത്. ഗൾഫ് മാധ്യമത്തിന് ആശംസകൾ അറിയിച്ച അദ്ദേഹം എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തു. മാധ്യമത്തിന്റെ പിറവി യാദൃശ്ചികമായിരുന്നില്ലെന്നും അതൊരു ചരിത്ര നിയോഗമായിരുന്നുവെന്നും മുഖ്യപ്രഭാഷണം നിർവഹിച്ച പ്രശസ്ത സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു. 21-ാം നൂറ്റാണ്ടിൽ ആഫ്രിക്കയിലും ഏഷ്യയിലുമുണ്ടായ സാംസ്കാരിക വിപ്ലവത്തിന്റെ ഭാഗമായിരുന്നു മാധ്യമത്തിന്റെ പിറവിയെന്നും അദ്ദേഹം പറഞ്ഞു. സൗദിയിൽ പ്രവാസികൾ നേരിടേണ്ടി വരുന്ന നിത്താഖാത്ത് പോലുള്ള പ്രശ്നങ്ങൾക്ക് മൂന്നാം ലോക രാജ്യങ്ങളുടെ ഉദാസീന നിലപാടാണ് പ്രധാന കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു ചരിത്ര നിയോഗമായിരുന്നു, ചരിത്രത്തിന്റെ ദൗത്യമായിരുന്നു. ലോകത്തെമ്പാടും നടക്കുന്ന മാറ്റങ്ങളുടെ ഒരു മൗലികമായ അവസ്ഥയുടെ ഒരു പ്രധാനമായിട്ടുള്ള വിസ്ഫോടനം ലോകമെമ്പാടും നടക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വാർത്താമാധ്യമങ്ങളിൽ ഒരു വഴിത്തിരിവ് എന്ന മുദ്രാവാക്യവുമായി രംഗത്തു വന്ന മാധ്യമം അടിച്ചമർത്തപ്പെടുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നുവെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്റർ VK ഹംസ അബ്ബാസ് പറഞ്ഞു. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച മലയാളത്തെ വിശ്വോത്തരമാക്കാനുള്ള ബാധ്യതയാണ് ഗൾഫ് മാധ്യമം ഏറ്റെടുത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗൾഫ് മാധ്യമം വിചാരവേദി അജ്മാൻ ചാപ്റ്റർ സെക്രട്ടറി ഡയസ് ഇടിക്കുള സമർപ്പണ പ്രസംഗം നടത്തി. നോർക്ക റൂട്ട്സ് ഡയറക്ടർ ഇസ്മായിൽ റാവുത്തർ, മീഡിയ വൺ ഡയറക്ടർ അബൂബക്കർ, മാധ്യമപ്രവർത്തക പ്രമീള ഗോവിന്ദ്, സാഹിത്യകാരൻ പുന്നയൂർക്കുളം സൈനുദ്ദീൻ, അബ്ദു ശിവപുരം എന്നിവർ ആശംസ പ്രസംഗം നടത്തി. ചടങ്ങിന് ശേഷം സംഗീത വിരുന്ന്, മാജിക് ഷോ തുടങ്ങി കലാപരിപാടികളും നടന്നു. സലീം നൂർ, ഉമർ, ജലീൽ, ത്വാഹ, ഹമീദ്, കാസിം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മീഡിയ വൺ, അജ്മാൻ. അബുദാബി സെന്റ് സ്റ്റീഫൻസ് യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് നടത്തിയ കൊയ്ത്തുത്സവം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. അബുദാബി മലയാള സമാജത്തിൽ നടന്ന ഹാർവെസ്റ്റ് 2013 സെന്റ് സ്റ്റീഫൻസ് യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് ഫാദർ വർഗീസ് അറക്കൽ ഉദ്ഘാടനം ചെയ്തു. വിവിധങ്ങളായ കലാസാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു. ഷാർജയിൽ നടക്കുന്ന 32ാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവം ഇന്ന് സമാപിക്കും. ലക്ഷങ്ങൾ സന്ദർശകരായി എത്തിയ മേളയിൽ വൈവിധ്യങ്ങളായ നിരവധി പുസ്തകങ്ങളുടെ നിര തന്നെയുണ്ടായി. 11 ദിവസം നീണ്ടുനിന്ന ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിലെത്തിയത് ലക്ഷത്തിലധികം അക്ഷരപ്രേമികളായിരുന്നു. എഴുത്തക്ഷരങ്ങളുടെ സ്നേഹത്തിനെന്ന തലക്കെട്ടിൽ നടന്ന 32ാമത് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ 4.5 ലക്ഷത്തിലധികം തലക്കെട്ടിലുള്ള പുസ്തകങ്ങളാണ് പ്രദർശനത്തിനെത്തിയത്. പലതും അറിവിന്റെ പുതിയ വാതായനങ്ങൾ തുറക്കുന്നത്. അതിലൊന്നായിരുന്നു ഷാർജ ഭരണാധികാരിയായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി രചിച്ച ഇബ്നു മാജിദ് ചരിത്രകാരന്മാർക്കൊരു നിവേദനം എന്ന പുസ്തകം. ദീർഘനാൾ ഗവേഷണം നടത്തി തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പ്രമേയം വാസ്കോഡഗാമയ്ക്ക് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വഴികാണിച്ച നാവികനെക്കുറിച്ചാണ്. അധിനിവേശകരായ പോർച്ചുഗീസുകാർക്ക് വഴികാണിച്ച നാവികൻ അഹ്മദ് ഇബ്നു മാജിദ് എന്ന അറബി പണ്ഡിതനാണെന്നാണ് ലോകമൊട്ടുക്കും പഠിപ്പിക്കപ്പെടുന്നത്. ദീർഘനാളായി പഠിപ്പിക്കപ്പെടുന്ന ഈ തെറ്റായ വിവരത്തെ പ്രാമാണികമായി ഖണ്ഡിക്കുകയാണ് ഇദ്ദേഹം. ക്രൈസ്തവാചാരപ്രകാരം ജീവിച്ചിരുന്ന ഒരു ഗുജറാത്തിയാണ് വാസ്കോഡഗാമയ്ക്ക് വഴികാണിച്ചതെന്നും പുസ്തകത്തിൽ സമർത്ഥിക്കുന്നു. 1100 വർഷങ്ങൾക്ക് മുന്നേ അറബി ഭാഷയിൽ രചിക്കപ്പെട്ട ഭൂമിയുടെ രൂപമെന്നർത്ഥം വരുന്ന മറ്റൊരു പുസ്തകവും പുതിയ അറിവ് തന്നെയാണ് പങ്കുവെക്കുന്നത്. അബുൽ ഖാസിം എന്ന പണ്ഡിതൻ രചിച്ച ഈ പുസ്തകം ഭൂമിയുടെ ആദ്യത്തെ ഭൂപടമെന്നാണ് കരുതപ്പെടുന്നത്. സാങ്കേതിക വിദ്യകൾ വികസിക്കാത്ത നൂറ്റാണ്ടിൽ രാജ്യങ്ങൾ തമ്മിലുള്ള അകലങ്ങളും വഴിയും കൃത്യമായി ഭൂപടത്തിലെന്ന പോലെ രേഖപ്പെടുത്തിയത് കാണാം. ഇങ്ങനെ പുറംലോകമറിയാത്ത ആയിരക്കണക്കിന് വിവരങ്ങളുടെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഷാർജ പുസ്തകമേള. ഇന്ത്യയിൽ നിന്നുൾപ്പെടെ സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാലും മേള ശ്രദ്ധേയമായിരുന്നു. ഹാരിസ് അരിക്കുളം, മീഡിയ വൺ, ദുബായ്. പ്രവാസി എഴുത്തുകാരനും കോഴിക്കോട് സ്വദേശിയുമായ റഫീഖ് മേമുണ്ടയുടെ തൂങ്ങിമരണം റിയാലിറ്റി ഷോയിലൂടെ എന്ന പുസ്തകം ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു. മാധ്യമപ്രവർത്തകൻ MCA നാസർ UAE ഇന്ത്യൻ മീഡിയ ഫോറം പ്രസിഡന്റ് എൽവിസ് ചുമാറിന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. ഒലി ബുക്സ് ആണ് പ്രസാധകർ. ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ഖത്തറിലെ ആദ്യ ഷോറൂം സഫാരി മാളിൽ പ്രവർത്തനം ആരംഭിച്ചതായി മാനേജിംഗ് ഡയറക്ടർ അനൂപ് ചെമ്മണ്ണൂർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ സഞ്ജീവ് അറോറയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്നും നാളെയും ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ സ്വർണം വാങ്ങാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളതായി ചെമ്മണ്ണൂർ ഉപദേശകനായ ജോർജ് ചെമ്മണ്ണൂർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുവൈത്തിലെ പ്രമുഖ ചരിത്രകാരൻ അയൂബ് ഹുസൈൻ അൽ അയൂബ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളിലായിരുന്നു അന്ത്യം. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയും കറൻസി നിലവാരവും. ഇന്നത്തെ സ്വർണ്ണവില ജനങ്ങൾക്കു വേണ്ടി ബാബി ആൻഡ് മാരഡോണ.
ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റ് സമാപിക്കുന്നു. ശുഭരാത്രി.